ഹലോ അസ്സാം വലൈക്കും ഫ്രണ്ട്സ്. അപ്പോൾ ഞാൻ ഇന്നിവിടെ നല്ല ടേസ്റ്റിയായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ചോക്ലേറ്റ് ട്രഫിളിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾക്കിത് കുറഞ്ഞ ചേരുവകൾ കൊണ്ട് ഈസിയായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്വീറ്റ് റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കാം. അപ്പോൾ നമുക്കിതെങ്ങനെ എളുപ്പത്തിൽ തയ്യാറാക്കുന്നത് നോക്കാം. ആദ്യം തന്നെ അതിലേക്കായിട്ട് ഒരു പാക്കറ്റ് മേരി ഗോൾഡിൻ്റെ വിറ്റാ ബിസ്ക്കറ്റാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ബിസ്ക്കറ്റാണോ ഇഷ്ടം അതെടുക്കാവുന്നതാണ്. നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതിലോട്ടേക്ക് ഒരു ടേബിൾ സ്പൂണ് കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഡാർക്ക് കൊക്കോ പൗഡറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഉള്ളത് അതെടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതിലോട്ടേക്ക് കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ കണ്ടൻസ് മിൽക്ക് ഫസ്റ്റ് ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് കുഴച്ചിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം കുറച്ചുകൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പം കൈ വെച്ചിട്ട് തന്നെ കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ ഇതിലേക്ക് കുറച്ചുകൂടെ ഒന്ന് കണ്ടൻസ് മിൽക്കിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഞാനിവിടെ കുറച്ചുകൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് സോഫ്റ്റായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഇതിവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ മൊത്തത്തിൽ ഒരു ഹാഫ് ടീ കണ്ടൻസ് മിൽക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ കുഴച്ചെടുക്കുമ്പോൾ കുറച്ചായിട്ട് ഒഴിച്ചിട്ട് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. ഇനി നമുക്കിതിൽ നിന്ന് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ടൊന്ന് ഉരുട്ടിയെടുക്കണം. അപ്പോൾ ആദ്യം കയ്യിൽ കുറച്ച് നെയ്യൊന്ന് തടവിയിട്ട് ഇതിൽ നിന്ന് ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുത്തിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള സൈസിലെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാം നമുക്കിവിടെ തയ്യാറാക്കി എടുക്കാം. അപ്പോൾ എല്ലാം ഇവിടെ ബോൾസാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിത് ചോക്ലേറ്റിലൊന്ന് കോട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു 50 ഗ്രാം ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വൈറ്റ് ചോക്ലേറ്റ് വേണമെങ്കിൽ വൈറ്റ് ചോക്ലേറ്റ് എടുക്കാം, ഡാർക്ക് ചോക്ലേറ്റ് വേണമെങ്കിൽ ഡാർക്ക് എടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഇനി നമുക്കിത് ഡബിൾ ബോയിൽ ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. അതിനായിട്ടൊരു പാത്രത്തിൽ കുറച്ച് വെള്ളമൊന്ന് വെച്ചിട്ട് അതൊന്ന് തിളപ്പിച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് അതിലേക്ക് ഇതുപോലെ ഒന്ന് ഇറക്കി വെച്ചിട്ട് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് ഒരു 2 ടീസ്പൂണ് കോക്കനട്ട് ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ബട്ടർ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ എനിക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് തോന്നിയിട്ടുള്ളത് കോക്കനട്ട് ഓയിലാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഓരോ ബോൾസായിട്ട് ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതെല്ലാം ഞാനിവിടെ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ കുറച്ച് ഷുഗർ ബോൾസും ഷുഗർ സ്പ്രിങ്കിൾസും ഒക്കെ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പം കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് കൊണ്ട് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ ഒരു 5 മിനിറ്റ് ഒന്ന് സെറ്റ് ചെയ്യാൻ പറ്റുന്ന വെക്കാം. ഇതിപ്പോൾ നല്ലപോലെ ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഈസി ആയിട്ടുള്ള ഈ ഒരു സ്വീറ്റ് റെസിപ്പി ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കാം. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന നല്ലൊരു സ്വീറ്റ് റെസിപ്പിയാണിത്. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയുമായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഉടൻ തന്നെ വേറൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക്